ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി അമ്പലത്തിനെ പറ്റിയും പിന്നെ നമ്മൾ പാലസിലേക്ക് പോകുന്നുണ്ട്. ആർട്ട് വർക്ക്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് തഞ്ചാവൂർ, അത്രയും ഫേമസും ആണ്. സോ നമ്മൾ ഇന്ന് അതൊക്കെ ആയിരിക്കും കാണുന്നത്. സോ കം. തഞ്ചാവൂർ റൈസ് ബോൾ ഓഫ് തമിഴ്നാട്. തഞ്ചാവൂരിനെ തഞ്ചാവൂരാക്കുന്നത് ഈ അമ്പലമാണ്. ബൃഹടീശ്വര ടെമ്പിൾ അഥവാ തഞ്ചാവൂർ പെരിയ കോവിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ് ഈ മഹാത്ഭുതം. ഈ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ ഓരോരുത്തരും വർഷങ്ങളല്ല നൂറ്റാണ്ടുകളാണ് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. ഈ മഹാത്ഭുതം പണി കഴിപ്പിച്ചത് രാജരാജ ചോഴൻ ഒന്നാമനാണ്. അദ്ദേഹം 1003 തുടങ്ങി 1010 CE ഈ മഹാത്ഭുതം പണി കഴിപ്പിച്ച് കഴിയുന്നത്. ചോളാസിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, അന്നത്തെ കാലത്ത് ഏറ്റവും അധികം വർഷം ഭരിച്ചിരുന്നത് അവരാണ്. 430 വർഷമാണ് അവർ ഭരിച്ചത്. അതിനുശേഷം പാണ്ഡ്യാസ് വന്നു, നായക്സ് വന്നു, ഏറ്റവും ഒടുവിൽ മറാത്താസ് 180 വർഷങ്ങളാണ് ഭരിച്ചിരുന്നത്. അവരുടെ അവസാനത്തെ രാജാവ് ശിവാജി രണ്ടാമനായിരുന്നു. അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ കോട്ടമതിലാണ്. അതിനുശേഷം ഒരു കോട്ടവാതിൽ, ഒരു എൻട്രൻസ് കാണാൻ പറ്റും. ശരിക്കും പറയപ്പെടുന്നത് ഇത് രണ്ടും മറാത്ത ഭരണകാലത്ത് പണിതതാണെന്നാണ്. ഫ്രണ്ടിലും നമുക്കൊരു കിടങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. അത് അന്നത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാവാം. ഇതിനുശേഷം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 2 വലിയ ഗോപുരങ്ങളാണ് കടക്കേണ്ടത്. അതിൽ ആദ്യത്തെ ഗോപുരത്തിൻ്റെ പേര് കേരളാന്തക തിരുവാസിലെന്നും രണ്ടാമത്തതിൻ്റെ പേര് രാജരാജൻ തിരുവാസിലെന്നും. ഈ 2 ഗോപുരങ്ങളും കടന്നാണ് നമ്മൾ പ്രധാന അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അമ്പലത്തിൽ നമുക്ക് ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും വലിയ അതിശയം തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. അതിലുപരി ഇവിടുത്തെ പ്രതിഷ്ഠയാണ്. അതായത് ശിവലിംഗം, പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്ന നന്ദിയുടെ വിഗ്രഹം, ഇതെല്ലാം ഒറ്റക്കല്ലിൽ പണിതതാണെന്ന് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന മകുടം. 80 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ്. ലൈഫിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് തഞ്ചാവൂരും ഈ ഒരു അമ്പലവും. അപ്പോൾ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് ഇറങ്ങി. തഞ്ചാവൂരിൽ നമ്മൾ നൈറ്റ് ഒരു എക്സ്പീരിയൻസ് വേറെയാണ്, ഡേ ടൈം വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നൈറ്റിൽ വരുമ്പം പ്രത്യേക ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വേറൊരു രസമാണ്. രാവിലെ പോകുമ്പം ഒന്നെങ്കിൽ മോർണിംഗ് പോവുക, ഒരു 6 to 8 വരെ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ല ഈവനിങ് ആണെങ്കിൽ ഒരു 4:30 ശേഷം ഒരു 5 to 6. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. തഞ്ചാവൂർ വളരെയധികം ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തഞ്ചാവൂർ ബൊമ്മ, തലയാട്ട് ബൊമ്മ എന്ന് പറയും. ഇങ്ങനെ തലയും ഉടലും ആട്ടുന്നൊരു ബൊമ്മയുണ്ട്. അത് പണ്ട് നമ്മൾ കൊച്ചിയിലേക്ക് അത് കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ആരൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നതോ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അടുത്ത്, തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അവിടെ കയറി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത് പല ടൈപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫാബ്രിക്കിലല്ല, ഫൈബർ. മെയിൻലി പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബറും ഉള്ളതെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വന്നിട്ട് അവർ പെയറായിട്ട് സിംഗിൾ പീസായിട്ട് മേടിക്കാം. പെയറായിട്ട് മേടിക്കുമ്പോൾ 750 പറയും. ഫൈബർ വരുമ്പോൾ 1500 2000 അങ്ങനെ റേഞ്ച് പറയും. അതിൽ തന്നെ പെയിന്റിലും ഡിഫറൻസസ് ഉണ്ട്. ഫാബ്രിക് പെയിന്റ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് പെയിന്റ്, നമുക്ക് അക്വേറിയം പീസ് വരുന്നുണ്ട്, അങ്ങനെ പലത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ഫൈബർ പൊട്ടില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഫൈബർ വില കൂടിയ റേറ്റിൽ നമ്മൾ തലയിൽ അടിച്ചു വയ്ക്കാൻ നോക്കും. പക്ഷേ രണ്ടും പൊട്ടും എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മളൊരു 2-3 ഷോപ്പിൽ കയറി ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ പെയർ 500 rupeesനാണ് നമ്മൾ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് വരുവാണ്. നമ്മൾ പോയി റൂം ചെക്കൗട്ട് ചെയ്തു. നമുക്കൊരു ഉച്ച വരെയാണ് റൂം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്നുള്ള യാത്ര തഞ്ചാവൂർ വിടുകയാണ്. തഞ്ചാവൂർ വിട്ട് നേരെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മധുരയിലോട്ടാണ്. മധുരയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്കൊരു വട്ടം ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാലാജി എന്ന് പറഞ്ഞിട്ട്, അതായത് പോയപ്പോൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ തന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്കും ചാർജ് ചെയ്തു. നമുക്ക് പിന്നെ തഞ്ചാവൂർ അത്യാവശ്യം ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാക്സിമം സിയോൺ ചാർജേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ബാലാജിയിൽ ചാർജ് ചെയ്യാനായിട്ട് അവിടെ 120 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. ചാർജ് ചെയ്തിട്ട് ഇടയ്ക്ക് കറണ്ട് പോയി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെങ്കിലും പിന്നെ അവർ ജനറേറ്റർ ഓണാക്കി ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ലഞ്ചും കൂടെ അവിടെ നിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ അവിടെ
ഒരുപാട് ബസ്സിൽ യാത്രക്കാർ വന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ബാലാജി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വരുന്ന വഴിക്ക് ഭരണി ഭവൻ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് എന്നല്ല അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവർക്ക് ഒരുപാട് ടേബിൾസും കാര്യങ്ങളുണ്ട്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു ചാർജ് നമ്മളൊരു 80 വരെ ആക്കിയിട്ടാണ് ബാലാജിയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഓൾ ദ വേ ടു മധുരയാണ്. മധുര വരെ ഈസി ആയിട്ട് എത്തുമായിരുന്നു. പക്ഷേ ഞാൻ ഹൈവേയിൽ അത്യാവശ്യം ചവിട്ടി വിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിനായി. നമ്മൾ മധുരയിൽ എത്തിയപ്പോഴത്തേക്ക് വെറും 9% ചാർജ് ഉള്ളായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ മധുരയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്താണ് ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അതൊരു വലിയൊരു, അതായത് ഒരു സ്റ്റേഷനിൽ 2-3 പോർട്ടല്ല, 3 സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഈച്ച് സ്റ്റേഷനിൽ 3 പോർട്ടും, അതായത് 260 വാട്ട്സിന്റെ മറ്റേ ഫാസ്റ്റ് ചാർജിങ്ങും അല്ലാതെ നോർമൽ ചാർജിങ്ങും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അവിടെ നിന്ന് എത്തി അടിച്ചു വിട്ട് വന്നോണ്ട് കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചെന്നും ചാർജിങ് ഡ്രോപ്പായി. അപ്പൊ നമ്മൾ കുറച്ച് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട്, മധുരയിൽ ഓൾറെഡി റൂം ബുക്ക് ചെയ്ത് 2 ദിവസത്തേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് സ്ലോ ചാർജ് ഇടാന്നാണ് പ്ലാൻ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ തൊട്ട് ഫുള്ള് ഫാസ്റ്റ് ചാർജാണ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു സ്ലോ ചാർജ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് കാണാന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ നല്ല വൈബ്, കുറെ ഏക്കറുണ്ട്. അപ്പൊ നമ്മള് കഫറ്റീരിയ നോക്കി പോവാണ്. നമ്മൾ ഈ 9% അവിടെ വന്ന് ഒരു ചാർജിങ്ങിന് ഇട്ട് അത്യാവശ്യം ഒരു 40% ഒക്കെ ചാർജ് 40% ചാർജ് ചെയ്യുന്ന ഗ്യാപ്പിൽ നമ്മൾ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നു. അതിനുശേഷം അതിനുശേഷമാണ് നമ്മൾ എടുത്ത് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോയത്. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ടിയാഗിൽ നമുക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഒരു 20-15% താഴെ വന്നാൽ നമുക്ക് 1% 1 കിലോമീറ്റർ വെച്ചൊക്കെ കിട്ടുന്നുള്ളൂ. അങ്ങനെ നമ്മൾ റൂം എടുത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നൈറ്റ് ഒന്ന് ഇറങ്ങി അഗെയിൻ നമ്മൾ വേലമ്മാൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ ചാർജ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിയോൺ ചാർജറിൽ നിന്നാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 ഇതേപോലുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2 ഫാസ്റ്റ് ചാർജിങ് ആണ്, ഒരു 60 കിലോവാട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ടൈം ഉണ്ട് ആവശ്യം പോലെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോർമൽ ചാർജർ അവൈലബിൾ ആണ്. സിയോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ചാർജർ നമ്മൾ വീട്ടിലെ പോലത്തെ കണ്ടാണ്. നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴാണ് ഈ ഒരു 2 ഗ്യാപ്പും ഊരിയേണ്ടത്. ഇതിപ്പോൾ ഒരു ഗ്യാപ്പിൽ ഊരിയാൽ മതി. നമ്മളെ നോർമൽ വണ്ടിയിലെ ചാർജർ പോലെ എടുത്ത് സാധനം കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സിയോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനി ഓട്ടോമാറ്റിക്കലി ഈ സാധനം ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിന്നർ തലപ്പാക്കട്ടി ബിരിയാണി എന്നായിരുന്നു. ഡിന്നർ നമ്മൾ ഓഫ് കോഴ്സ് തലപ്പാക്കട്ടി ബിരിയാണി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മെനു കാര്യമായിട്ട് ഇഷ്ടം പോലെ ഒരു മെനു കാർഡൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നപ്പോഴത്തേക്ക് തലപ്പാക്കട്ടി ബിരിയാണി മാത്രമേ ഉള്ളൂ. അതെ, അവിടെ തലപ്പാക്കട്ടി ബിരിയാണി മാത്രമേ ഉള്ളൂ. തലപ്പാക്കട്ടി ബിരിയാണി ശരി പ്രശ്നമുണ്ട്. ഇലയിൽ തുടച്ചപ്പം ഒന്നഴിക്കണം. കഴിക്കാണെന്ന് തോന്നുന്നതാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 70% സ്ലോ ചാർജിങ് ആണെങ്കിൽ പോലും ഒരു 7 കിലോവാട്ട് സ്പീഡിൽ കയറി ഒരു 76% ആയി. നമ്മൾ നേരെ പിന്നെ റൂമിലോട്ടാണ് പോയത്. അപ്പം ഡേ 2 അങ്ങനെ അവസാനിക്കുകയാണ്. ഇനി ഡേ 3 നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. നമ്മളിപ്പം ഡേ 3ലാണ് കറൻ്റ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുമലൈ നായ്ക്കർ മഹലാണ്. ഇത് പ്ലേസസ് ടു വിസിറ്റ് ഇൻ മധുരയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം വിഷ്വൽ ബ്യൂട്ടി ആർട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുമല്ലോ. അന്നത്തെ കാലത്തുള്ള ആ ഒരു ആർക്കിടെക്ചറും ആർട്ടും അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡേ 2 ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോൾ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തഞ്ചാവൂർ ടെമ്പിൾ കാണണമെന്നുള്ളത്. നമുക്ക് രാത്രിയും പകലും ഒക്കെ വിശാലമായിട്ട് നമുക്ക് കാണാനുള്ള അവസരം കിട്ടി. ഉച്ച സമയത്ത് ദയവ് ചെയ്ത് പോവാതിരിക്കുക, കാലൊക്കെ നല്ല പൊള്ളും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡേ 3 അറ്റ് മധുരൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോം ഹാപ്പി.